കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മോം, ഇത് വളരെ ട്രഡീഷണൽ ആയിരിക്കുന്നു അല്ലേ? എസ് ആനന്ദ്, 25-30 വർഷം പിന്നിലേക്ക് പോയതുപോലെയുണ്ട്. നമസ്കാരം. സുഖാണോ മോനെ? ഫൈൻ അങ്കിൾ. വരൂ, ആദ്യം കാല് കഴുകിയിട്ട് കയറാം. ആഹാ, കല്യാണ ഒരുക്കങ്ങളൊക്കെ മനോഹരമായിരിക്കുന്നല്ലോ. പുറത്തെ വാഴക്കുലകൾ, മാവില തോരണങ്ങൾ, പൂമാലകൾ, മഞ്ഞൾ ഇടിച്ചു പൊടിക്കുന്നതും മൈലാഞ്ചി അരച്ചെടുക്കുന്നതും, പനയോല കൊണ്ടുള്ള മണ്ഡപം, നിങ്ങളുടെ വരവേൽപ്പും വിരുന്ന് സൽക്കാരവും, ഇതൊക്കെ കാണാൻ 2 കണ്ണുകൾ പോരാന്ന് തോന്നുന്നു. അതെ അങ്കിൾ, കല്യാണത്തെ ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കാൻ നിങ്ങൾ. യു ആർ ഗ്രേറ്റ് അങ്കിൾ. ഈ ക്രെഡിറ്റ് ഞങ്ങൾക്കുള്ളതല്ല ആനന്ദ്, ഈ ഈവന്റ് ഓർഗനൈസർക്കുള്ളതാ. വാട്ട്? ഇവന്റ്സ് ആകുമ്പോ പ്ലാസ്റ്റിക് പൂക്കൾ, ആർട്ടിഫിഷ്യലായ ചിരികൾ, മെറ്റീരിയൽസ് കൊണ്ട് മാത്രം അലങ്കരിക്കുന്ന ഈ കാലത്ത് ഇത്രയും ഫാഷനബിളും ട്രഡീഷണലുമായിട്ട് കല്യാണം നടത്താനുള്ള ഓർഗനൈസേഴ്സ് ഉണ്ടോ? ഇത് കണ്ടിട്ട് അത്ഭുതപ്പെടണ്ട. ഇതിനേക്കാൾ സ്പെഷ്യലായ ഒരു കാര്യം ഈ കല്യാണത്തിലുണ്ട്. എന്താ ആന്റി അത്? വധൂവരന്മാർ പരസ്പരം മാല അണിപ്പിക്കുന്ന ചടങ്ങാണത്. അതിലെന്താ ഇത്ര പ്രത്യേകതയുള്ളത്? അതെല്ലാ കല്യാണത്തിലും ഉള്ള കാര്യമല്ലേ? പക്ഷെ ഈ കല്യാണത്തിന്റെ മാലയിടൽ ചടങ്ങ് വ്യത്യസ്തമാണ്. അതാണ് സ്പെഷ്യൽ. തിരുപ്പതി, ശ്രീരംഗം, രാമേശ്വരം, ചിദംബരം, തിരുവണ്ണാമല, കാഞ്ചീപുരം, ഈ പുണ്യസ്ഥലങ്ങളിലെല്ലാം പ്രതിഷ്ഠിച്ചിട്ടുള്ള ഈശ്വര രൂപങ്ങളെ അലങ്കരിക്കുന്ന പൂവുകൾ വധൂവരന്മാർ മാലയണിക്കുന്ന സമയത്ത് കോടാനുകോടി ദൈവങ്ങൾ മുകളിലിരുന്ന് അവരെ അനുഗ്രഹിക്കുന്നത് പോലെ വധൂവരന്മാരുടെ തലയിൽ മഴ പോലെ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ കല്യാണത്തിൽ ഇത് തന്നെയാണ് സ്പെഷ്യൽ, വിശാലാക്ഷി അമ്മ. റിയലി ഗ്രേറ്റ്. ആരാ ഈ ഓർഗനൈസർ? അഭിരാം എന്നാ പേര്. സംസ്കൃതി ഈവന്റ്സ് രാമോഹൻ സാറിന്റെ 2ാമത്തെ മകനാ. ഓ, ഇപ്പൊ അയാൾ എവിടെയുണ്ട്? ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ട്. വൈകിട്ടത്തെ റിസപ്ഷന് സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓ, എനിക്ക് അയാളെ ഒന്ന് കാണാൻ പറ്റുമോ? വരൂ, ഇതാ അവിടെയുണ്ട്. ഈ കാണുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഐഡിയ ആണോ? അതെ അതെ, ഇവിടുത്തെ ഡെക്കറേഷൻസ് എല്ലാം അയാളുടെ ഇഷ്ടത്തിനാ ചെയ്യുന്നത്. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നുണ്ട്. ഒന്ന് വരാൻ പറയുമോ? ബോബി സാർ,
ആ നോക്കു ബോബി. വാട്ട്? ഇതാണോ ബോബി? അതെ മേഡം, ഇയാള് തന്നെ. വയസ്സായ ആളെ പോലുണ്ട്. ഇതാണോ ബോബി? ജനിച്ചപ്പോ സുന്ദരനായിരുന്നോണ്ട് ആ പേര് വെച്ചതാ. ഇപ്പൊ ഈ കോലത്തിലാവുമെന്ന് അവർക്കറിയില്ലല്ലോ. അല്ല, നിന്റെ ബോസ് എവിടെ? എന്റെ ബോസ് എപ്പോഴും ടോപ്പാ. മുകളിലോട്ട് നോക്ക്. അഭിരാം, ഒരു മിനിറ്റ് താഴേക്ക് വരാമോ? ഓൺ സെക്കൻഡ്. ക്രെയിൻ ഡൗൺ. ഓവർ. പറഞ്ഞോളൂ. അഭിരാം, ഇതാണ് വിശാലാക്ഷി മേഡം. വലിയ ബിസിനസ്സുകാരാ. ഇത് അവരുടെ മകൻ ആനന്ദ്. നമസ്കാരം മാഡം. നമസ്കാരം. നമസ്കാരം. നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ അറേഞ്ച്മെന്റ്സ് വളരെ മനോഹരമായിരിക്കുന്നു അബി. ഗേറ്റിലെ വാഴക്കുല അലങ്കാരം മുതൽ വീടിനു മുന്നിലെ പനയോല പന്തൽ വരെയും യൂസ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസ് വെരി ഇംപ്രസീവ്. സോറി മാഡം, അതൊന്നും പ്രോപ്പർട്ടീസ് അല്ല. മറന്നുപോയ നമ്മുടെ കലയുടെയും സംസ്കാരത്തിന്റെയും ഓർമ്മകളാണ്. ഓരോന്നിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഗേറ്റിൽ കെട്ടിയിരിക്കുന്ന കുലവാഴ വെറും ഭംഗിക്ക് വേണ്ടി മാത്രം കെട്ടിയിരിക്കുന്നതല്ല. പുരാണം അനുസരിച്ച് പാർവതി ദേവി വാഴയുടെ ചൂട്ടിലിരുന്ന് വ്രതമനുഷ്ഠിച്ചാണ് സാക്ഷാൽ പരമശിവനെ പ്രിയനായി സ്വീകരിച്ചത്. മാവിലത്തോരണം അലങ്കാരം മാത്രമല്ല, ആ ഇലയിൽ അടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണങ്ങൾ ചില ഭയങ്കരമായ വൈറസുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. മഞ്ഞൾ ഉപയോഗിക്കുന്നത് വെറും ഭംഗിക്ക് വേണ്ടിയല്ല, ആരോഗ്യത്തിന് വേണ്ടിയാണ്. മഞ്ഞൾ നല്ലൊരു നാച്ചുറൽ ആന്റിബയോട്ടിക് ആണെന്ന് മാഡത്തിനും അറിയായിരിക്കുമല്ലോ. റെഡിമെയ്ഡ് ആയിട്ടുള്ള മൈലാഞ്ചി പൗഡർ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാൾ ആവശ്യം വരുമ്പോൾ ചെടിയിൽ നിന്ന് കിട്ടുന്ന ഫ്രഷായ ഇലകൾ ഉപയോഗിക്കുന്നതാണ് ആരോഗ്യത്തിന് ചർമ്മത്തിനും നല്ലത്. ഇപ്പൊ പനയോല പന്തലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പണ്ട് കാലങ്ങളിൽ ഈ പനയോല കഷ്ണങ്ങളായി ചീന്തിയെടുത്ത് ചൂലായി നമ്മൾ ഉപയോഗിച്ചിരുന്നു. എന്തിന് പന്തലിനടിയിലുള്ള കോലത്തിന് പോലും പ്രാധാന്യമുണ്ട്. കോലത്തിന് മുകളിൽ മണ്ഡപം ഒരുക്കി വധൂവരന്മാരെ അവിടെ ഇരുത്തി കല്യാണം നടത്തും. അതിനെയാണ് സീതാദേവി കല്യാണ മണ്ഡപം എന്ന് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ കാണുന്ന ഓരോ അലങ്കാരത്തിനും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. ഇവിടെ വരുന്ന ഓരോ മനുഷ്യർക്കും ഈ അലങ്കാരം കൊണ്ട് ഗുണമേ ഉണ്ടാവും. ഈ കാണുന്നത് വെറും ഒരു കല്യാണ മണ്ഡപമല്ല. ആ ദൈവം നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം കാണുന്നതിനായി മുക്കോടി ദേവതകളും ഇറങ്ങി വരുന്ന ക്ഷേത്രമാണിത്. ഇതാ ബ്ലാങ്ക് ചെക്ക, എത്ര വേണമെങ്കിലും എടുത്തോളൂ. ആദ്യം നിങ്ങൾ കല്യാണത്തിന്റെ തീയതി നിശ്ചയിച്ചോളൂ. എന്റെ കമ്മിറ്റ്മെന്റ് കാശിലല്ല, പറയുന്ന വാക്കിലായിരിക്കും. വെരി ഗുഡ് അബി. നിന്റെ ജോലി മാത്രമല്ല, നിന്റെ സംസാരവും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ട്രഡീഷണൽ വിത്ത് ഡെഡിക്കേഷൻ. നിന്നെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി നല്ല ഭാഗ്യവതിയായിരിക്കും.
സുഖം തന്നെയല്ലേ വിശാലം? ആ ഫൈൻ സുമതി. ആ പെൺകുട്ടി നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടല്ലേ? അതാ ഞാൻ നോക്കിക്കൊണ്ട് നിന്നേ. ആനന്ദും അവളെയാ നോക്കുന്നത്. അതും ഞാൻ കാണുന്നുണ്ട്. സൗന്ദര്യവും ഐശ്വര്യവും ഒക്കെ ഒത്തുചേർന്ന പെണ്ണ്, കുത്തിവെച്ച വിഗ്രഹം പോലെയുണ്ട്. അവളെ വിവാഹം കഴിക്കാൻ പോകുന്നയാൾ ആരായാലും അവൻ പുണ്യം ചെയ്തവനായിരിക്കും. ആ ഭാഗ്യശാലി എന്റെ ആനന്ദായിക്കൂടെ? നീ എന്തായി പറയുന്നത് വിശാലം? സൗന്ദര്യം മാത്രം ഉണ്ടായിരുന്നാ മതിയോ? സ്വത്തും പണവും ഒക്കെ വേണ്ടേ? അതെല്ലാം ഞങ്ങളുടെ പക്കലുണ്ടല്ലോ. അപ്പോ എഴുത്തും വായന അറിയോ? ജോലിയൊക്കെ ചെയ്യുമോ? പാചകം അറിയാമോ? സ്വഭാവം നല്ലതാണോ അല്ലയോ? അത് നമുക്ക് നോക്കാം. വാഗർധാവിവ സംപൃക്തവും എന്താ സ്വാമി ഇത്? എല്ലാ ദിവസവും മന്ത്രം ജപിക്കുന്ന നിങ്ങൾക്ക് തന്നെ തെറ്റുപറ്റിയാലോ? വാഗൃദ്ധാവിവ സംവൃത്തൗ വാഗൃദ്ധ പ്രതിപത്തയെ ജഗത പിതരോ വന്ദേ പാർവതി പരമേശ്വരഃ. നിങ്ങൾ ഇവിടെ നിൽക്കുന്നേ ഉള്ളോ? ഒന്ന് വേഗം പോ. നിക്ക്. വാഴക്കുല കൊണ്ടുവരാൻ പറഞ്ഞ ഇത്ര ചെറുതാണോ കൊണ്ടുവരുന്നത്? ഇത് തിരിച്ചു കൊടുത്തേക്ക്, ഞാൻ വേറെ കൊണ്ടുവരാൻ പറയാം. എത്ര ചുറുചുറുക്കുള്ള പെൺകുട്ടിയല്ലേ? അഴകിൽ അവൾ അപ്സരസാണ്. ചിരിയിൽ സരസ്വതിയാണ്. ജോലി നന്നായി ചെയ്യുന്നുണ്ട്. മുതിർന്നവരെ ബഹുമാനിക്കുന്നുമുണ്ട്. നല്ല പെൺകുട്ടിയുടെ ലക്ഷണം മറ്റെന്താണ്? അങ്ങനെയാണെങ്കിൽ അവള് തന്നെയാണ് നിന്റെ ഭാവി മരുമകളെന്ന് ഉറപ്പിച്ചതുപോലെ ഉണ്ടല്ലോ. പോലെയെന്നല്ല, അവളാണ് എന്റെ മരുമകൾ, ഫിക്സ്. നീ പോയി അവളുടെ ബാക്ക്ഗ്രൗണ്ടും മറ്റു ഡീറ്റെയിൽസും അന്വേഷിച്ചിട്ട് വാ. സംസാരിക്കാനാണ്. ഒറ്റ നിമിഷം കൊണ്ട് അറിഞ്ഞിട്ട് വരാം. ഈ കല്യാണം നടക്കുന്നത് തന്നെ ഞാൻ കാരണം. നമ്മുടെ ആനന്ദിന്റെ കല്യാണം ഞാൻ നടത്തി കൊടുക്കാം. നീ എന്ത് ചെയ്യുന്നു എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എന്റെ മകൻ തന്നെയായിരിക്കണം. നിന്റെ മകനെ അല്ലാതെ ആരെ കല്യാണം കഴിക്കാനാ? ആ രാജു, ഫസ്റ്റ് ക്യാമറ പൊസിഷൻ എങ്ങനെയാ? ഏയ് രാഹുൽ, എന്തായി ചെയ്യുന്നത്? ഇതിൽ കുറച്ചുകൂടെ ഫ്ലവേഴ്സ് ഫില്ലേ? ഓക്കെ സർ. അല്ല, ജിമ്മി ജിപ്പ് എവിടെ വെക്കാനാ ഉദ്ദേശിക്കുന്നത്? ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ നോക്കണം. ഒരു മോമെന്റ് മിസ്സാവുകയും ചെയ്യരുത്. പിന്നെ ആ ഫ്ലൈ ക്യാമ്പിൽ എനിക്ക് ഡെമോയും കാണണം. അതുപോലെ വൈകുന്നേരത്തിനുള്ളിൽ എല്ലാം സെറ്റ് ആയിരിക്കണം. ഓക്കെ, അതൊക്കെ സെറ്റ് ആയിക്കോളും. ആദ്യം സാർ ഈ ഇളനീര് കുടിക്കും. ആ റൈറ്റ്. താങ്ക്സ് ബോബി. സ്ട്രോ ഇല്ലേ? സോറി സാർ, സ്ട്രോ എടുക്കാൻ മറന്നുപോയി. എന്റെ ചെയിൻ എവിടെ വീണെന്ന് തോന്നുന്നു. ആണോ? അനിയ വെങ്കടേഷ്, സാറിന്റെ ചെയിന് കാണാനില്ലെന്ന്. ടേബിളിനടിയിലൊക്കെ നന്നായി ഒന്ന് നോക്ക്. നീയും കൂടെ ചെല്ല്. സാർ 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 നമ്മുടെ ആൾക്കാർ തിരയുന്നുണ്ട്. എങ്ങനെയാ മിസ്സായേ? ഒരു ചെയിനല്ലേ സാർ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? അതെനിക്ക് വെറും ഒരു ചെയിൻ മാത്രമല്ല, എന്റെ ഭാര്യ എനിക്കെന്ന ഗിഫ്റ്റാണ്. അമ്മ നിക്ക്. നീ വന്നത് മുതൽ മാൻകുട്ടിയെ പോലെ ഓടി നടക്കുവാണല്ലോ. നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല. ഇവിടെ ഇരിക്കെ. അമ്മ ഇവിടെ ഇരിക്കാൻ. ഞാൻ ഇവിടെ ഭക്ഷണം കഴിച്ചോണ്ടിരുന്ന ജോലിയൊക്കെ ആരാ ചെയ്യുന്നമ്മേ? ഇങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്യാൻ നീ മാത്രമേ ഉള്ളൂ ഈ വീട്ടില്. വേറെ ആൾക്കാരുണ്ട് ഇവിടെ. അമ്മേ, ഇതെന്റെ ഫ്രണ്ടിന്റെ കല്യാണം അല്ലേ? ഞാനല്ലേ കൂടെ നിന്ന് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. കല്യാണം നിന്റെ കൂട്ടുകാരിയുടെ ആണെങ്കിലും നീ എന്റെ മകളാ കേട്ടോ. കാണാനാണോ ഞാൻ ഊട്ടുന്നത്? കളിയാക്കുന്നു. ആ
ഭക്ഷണം കൂട്ടി തന്നിട്ട് ഇങ്ങനെ കൊട്ടുന്ന കോമ്പിനേഷൻ നല്ലതല്ല അമ്മേ. കഴിക്കും. അമ്മയും മകളെയും കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇവളെ കുറിച്ച് മറ്റുള്ളവരോട് ഞാൻ എന്തിനു അന്വേഷിക്കണം? മകളെ കുറിച്ച് അറിയാൻ അമ്മയോട് തന്നെ ചോദിച്ചാ പോരെ? പതുക്കെ പതുക്കെ. വസു, നിന്നെ പ്രിയങ്ക വിളിക്കുന്നുണ്ട്. അമ്മ, ഞാൻ പോയിട്ട് വരാവേ. ഏയ്, ഇതുകൂടി കഴിച്ചിട്ട് പോ. അതുകൊണ്ടല്ല അമ്മേ, വിളിച്ച ഉടനെ ഞാൻ പോയില്ലെങ്കിൽ പിങ്കി ആ പന്തലിലെ ഡെക്കറേഷൻസ് ഒക്കെ നാശമാക്കും. ശരി, വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോ. കുടിക്കും. മതി, താങ്ക്സ്. കുറുമ്പി പെണ്ണ്. പിങ്കി, 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 ഇവിടെ എന്താ ആരെയും കാണാത്തെ? ഏയ് വസു, ഞാനാടി പിങ്കി. കണ്ണു തുറക്ക്. നീയായിരുന്നോ ഈ റൂമിൽ? പിന്നെ ഞാനല്ലാതെ ഗോഡ്സിലെയാണോ ഉണ്ടാവുക? എന്തിനാടി നീ ഇങ്ങനെ പേടിത്തൊണ്ടിയായിരിക്കുന്നത്? വിളിച്ചു വരുത്തി പേടിപ്പിക്കാണോ? ശരി, അതൊക്കെ പോട്ടെ. പറയ്, എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഇരുന്നാലേ പയ്യന്മാരുടെ കണ്ണ് കാന്തം പോലെ നമ്മൾ ആകർഷിക്കുള്ളൂ. കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ നിന്റെ കല്യാണമാ. ഇതൊക്കെയാണോ ഇപ്പൊ സംസാരിക്കണ്ടേ? ഞാനിപ്പോ പറഞ്ഞതും എന്നെ കല്യാണം കഴിക്കുന്ന പയ്യനെ കുറിച്ചാ. ഭർത്താവിനെ ആദ്യം തന്നെ നമ്മൾ അട്രാക്ട് ചെയ്യിച്ചാൽ ലൈഫ് ടൈം നമ്മുടെ സാരി തമ്മിൽ പിടിച്ച് നടന്നോളൂ. ഈ മിസ്സിസ് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും മെസ് എന്ന് പറയും. ഭർത്താവിനെ ഇംപ്രസ് ചെയ്യാനാ നോക്കേണ്ടത്, അല്ലാതെ സപ്രസ് ചെയ്യാനല്ല. പണ്ട് മുതലേ എന്റെ പോളിസി ഇത് തന്നെയാ. ഇനി സ്വർഗത്തിൽ നിന്ന് അപ്സരസ് എന്നെ ഇറങ്ങി വന്നാലും നമ്മുടെ ആള് തല വണങ്ങിയിട്ട് അവരുടെ മുഖത്തേക്ക് പോലും ഒന്ന് നോക്കാതെ വാട്ട് കാൻ ഐ ഡു ഫോർ യു സിസ്റ്റർ എന്ന് ചോദിക്കുകയാണ് വേണ്ടത്, അല്ലാതെ പിന്നാലെ പോകുകയല്ല. മനസ്സിലായോ വസു ഡാർലിംഗ്? വസുന്ധര കഴിച്ചായിരുന്നു? അതിന് അവളെവിടെ കഴിക്കാനാ? നിർബന്ധിച്ചിത്തിരി കഴിപ്പിച്ചു വിട്ടു. നമസ്കാരം. 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 നിങ്ങള്? എന്റെ പേര് വിശാലാക്ഷി. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ഞങ്ങളുടേതാണ്. ഇതുപോലെ വലിയ ആളുകളെ ഞങ്ങളോട് സംസാരിക്കാന്ന് വെച്ചാ ഞങ്ങൾക്കത് സന്തോഷമുള്ള കാര്യം. അവിടെ സൂട്ട് ധരിച്ചൊരു പയ്യൻ നിൽക്കുന്ന കാണുന്നില്ലേ? ആ പയ്യൻ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പയ്യൻ തന്നെയാ. നല്ല പയ്യനാ. കാരണം എന്താണെന്നറിയോ? അവൻ എന്റെ മകനാ. പേര് ആനന്ദ്. എന്റെ ഇൻഡസ്ട്രീസിന്റെ വരുംകാല ചെയർമാൻ. അവന് കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഒരുപാട് പെൺകുട്ടികളെ നോക്കി. അവന് ആരെയും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇൻഫാക്ട് എനിക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു. എന്റെ മകനും അവളെ നന്നായി ഇഷ്ടപ്പെട്ടു. എനിക്കും അതിനേക്കാൾ അവളെ ഇഷ്ടപ്പെട്ടു. കണ്ട ഉടൻ തന്നെ ഇവളാണ് എന്റെ മരുമകൾ എന്ന് ഫിക്സ് ചെയ്തു. ആരാ ഭാഗ്യശാലിയായ പെൺകുട്ടി? വേറെ ആരാ? നിങ്ങളുടെ മകൾ വസുന്ധര തന്നെ. ഞങ്ങളുടെ മോളോ? അതെ, നിങ്ങളുടെ മകളെ എന്റെ മരുമകളാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാ നിങ്ങളോട് വിവാഹാലോചന നടത്തുന്നേ. നിങ്ങൾക്ക് എതിരഭിപ്രായമൊന്നും ഇല്ലല്ലോ? അത് നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ചൊക്കെ. നിങ്ങളുടെ മകളെ ഞാൻ കണ്ടു. നിങ്ങളും അവളും തമ്മിലുള്ള അറ്റാച്ച്മെന്റും ഞാൻ മനസ്സിലാക്കി. നിങ്ങൾ അവളെ നന്നായി തന്നെ വളർത്തിയിട്ടുമുണ്ട്. അങ്ങനെയല്ല, ഞങ്ങള് മിഡിൽ ക്ലാസ് ഫാമിലി എന്നാണോ പറഞ്ഞു വരുന്നത്? അതൊന്നും പ്രശ്നമേ അല്ല. ഞങ്ങൾക്കങ്ങനെ സ്വത്തിനോട് വലിയ ആർത്തിയൊന്നുമില്ല. അല്ല, സ്വത്തിനെ കുറിച്ചൊന്നും അല്ല. പിന്നെന്താ, സ്ത്രീധനം ചോദിക്കുമെന്നുള്ള ഭയം കൊണ്ടാണോ? നിങ്ങളുടെ മകൾ തന്നെയാണ് ഞങ്ങളുടെ സ്ത്രീധനം. നിങ്ങൾ നിങ്ങളുടെ മകളെ വളർത്തിയതുപോലെ തന്നെയാ ഞാനും എന്റെ മകനെ വളർത്തിയിരിക്കുന്നത്. അവർ രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും. അയ്യോ, അതൊന്നും അല്ല കാര്യം. വസുന്ധരയ്ക്ക് നിങ്ങളുടെ മകൾക്ക് എന്റെ മകനെ ഇഷ്ടമാവോന്ന് സംശയിക്കുകയാണോ? നിങ്ങൾക്ക് എന്റെ മകനെ ഇഷ്ടപ്പെട്ടില്ലേ?
ഈ കല്യാണത്തിന് നിങ്ങൾക്ക് ഇഷ്ടം തന്നെയല്ലേ? അത് നിങ്ങൾ വേറെ ഒന്നും സംസാരിക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ മകൾക്കും അവനെ ഇഷ്ടമാകും. അവളോട് ഞാൻ തന്നെ സംസാരിക്കാം. എന്താ? സാർ, ചെയിൻ കിട്ടാതിരിക്കില്ല സാർ. നമ്മുടെ ആളുകൾ മുഴുവൻ ഇവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുക. തീർച്ചയായും ചെയിൻ കിട്ടും. മാഡം തന്ന ഗിഫ്റ്റ് സാറിന് കിട്ടിയിരിക്കും. കിട്ടിയേ മതിയാവൂ ബോബി. അവൾ തന്ന ഗിഫ്റ്റ് എന്നോടൊപ്പം വേണം. എനിക്കത് വിട്ടുകളയാൻ കഴിയില്ല. അതെന്റെ ജീവിതമാണ്. ഇത്രയും സ്നേഹിക്കുന്നത് സാറിനെ വിട്ട് പോവില്ല സാർ. അതെപ്പോഴും സാറിന്റെ കൂടെ തന്നെ ഉണ്ടാവും.